ഹായ് ഗെയ്സ്. മോട്ടിവേറ്റർമാരും മോട്ടിവേഷനും ഇല്ലാതെ മലയാളിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലെ വിഗ്രഹങ്ങളൊക്കെ ഓരോ ദിവസവും ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ? എന്തിനാണ് മലയാളീസ് ഇങ്ങനെ മോട്ടിവേറ്റർമാരുടെ പുറകെ പോകുന്നത്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അമ്മ വീട്ടിലുള്ളപ്പോൾ, പകലന്തിയോളം കഷ്ടപ്പെട്ട് നമുക്ക് അന്നം തരുന്ന നമ്മുടെ അച്ഛൻ വീട്ടിലുള്ളപ്പോൾ, നമ്മുടെ വീടും നമ്മളെയും നമ്മുടെ മക്കളെയും രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നോക്കുന്ന ഭാര്യയുള്ളപ്പോൾ, ഇവരൊക്കെ വലിയ മോട്ടിവേറ്റർമാർ നമുക്ക് വേണോ? ഇനി മോട്ടിവേറ്റർമാർ കൂടിയേ തീരൂ എന്നുള്ള മലയാളികൾക്ക് വേണ്ടി 5 വയസ്സിനിടയ്ക്ക് 50 വയസ്സ് വരെയുള്ള മോട്ടിവേഷൻ നമ്മൾ സ്വയം ആർജിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ? മലർന്നു കിടന്നപ്പോൾ കമന്ന് കിടക്കാൻ നമ്മൾ ശീലിച്ചില്ലേ? കമന്ന് കിടന്നപ്പോൾ നീന്താൻ നമ്മൾ ശീലിച്ചില്ലേ? നീന്തി മടുത്തപ്പോൾ മുട്ടിലിഴയാൻ നമ്മൾ ശീലിച്ചില്ലേ? മുട്ടിലിഴഞ്ഞപ്പോൾ നിവർന്ന് നിൽക്കാൻ ശീലിച്ചില്ലേ? എത്ര തവണ വീണിട്ടാ നമ്മളൊന്ന് നടക്കാൻ പഠിച്ചത്? അപ്പൊ പരിശ്രമമാണ് വേണ്ടത്. ഏതൊരു കാര്യത്തിനും പരിശ്രമം ഉണ്ടെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. മോട്ടിവേഷൻ ആവശ്യമുള്ള മലയാളികളെ ഈ മോട്ടിവേഷൻ എടുക്കുക. മോട്ടിവേറ്റർമാരെയൊക്കെ ദൂരെ എറിയുക. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ഉടഞ്ഞുകൊണ്ടിരിക്കും. ഓക്കേ.